And our goal is not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഹൗസ് ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഹൗസ് ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കാം, ഇഫ് എൻ SSC ഹാസ് മോർ ദാൻ 2 ഹൗസസ് ആസ് സെൽഫ് ഒക്യുപ്പൈഡ്, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഹൗസസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഹൗസസ് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ 2 houses are considered as self-occupied and all other houses will be assessed as deemed to be let out even if the house has not been actually occupied. ഇപ്പം നമ്മൾ പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാത്ത ഹൗസ്, നമ്മൾ റെന്റിന് കൊടുക്കാത്ത ഹൗസ്, അതിനാണ് നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് എന്ന് പറയുന്നത് അല്ലേ. ചില ആൾക്കാർക്ക് ചിലപ്പം ഒരു 5 ഹൗസസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒന്നും അയാൾ റെന്റിന് കൊടുത്തതോ അല്ല, എല്ലാത്തിലും അയാൾ പറയണം അയാൾ താമസിക്കുകയാണ്, ചില സമയത്ത് ഇവിടെ താമസിക്കുന്നു, ചില സമയത്ത് അവിടെ താമസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസസ് വരുവാണെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന്റെ ആനുവൽ വാല്യൂ നില്ലാണ് അല്ലേ. ഇപ്പൊ നില്ല് വരുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാനും പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നെഗറ്റീവ് അല്ലെങ്കിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഓപ്ഷൻ മാത്രമേ വരുള്ളൂ. എന്ത് കേസ് വന്നു കഴിഞ്ഞാൽ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് ലോസ് അല്ലെങ്കിൽ ലോസ് ഇല്ല, ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 0. അപ്പൊ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ അവർക്ക് മറ്റുള്ള ഹെഡിലേക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാം. മറ്റുള്ള ഹെഡിൽ വേറെ ഹെഡിൽ ഇപ്പം അവർക്ക് ഇൻകം വരുവാണെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ അപ്പൊ അതിലേക്ക് ഈ നെഗറ്റീവ് വരുന്ന വാല്യൂ സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി മാത്രമേ ടാക്സ് ചെയ്യാനുള്ളൂ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു ബെനിഫിറ്റ് ആണ് അല്ലെ. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അവർക്ക് ടാക്സ് പർപ്പസ് നോക്കുമ്പോൾ ബെനിഫിറ്റ് ആണ്. ഇപ്പൊ മോർ ദാൻ 2 ഹൗസസ് അങ്ങനെ കിടക്കുവാണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടണ്ടെന്നുള്ള രീതിയിലാണ് 2 ഹൗസ് മാത്രമേ ഒരാൾക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ അസസ്മെന്റ് ഇയർ വരെ 1 ഹൗസ് ആയിരുന്നു, ഇപ്പൊ അത് മാറ്റി 2 ഹൗസ് വരെ ഒരാൾക്ക് സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറഞ്ഞ് വെക്കാം. ബാക്കിയൊന്നും ലെറ്റ് ഔട്ട് അല്ലെങ്കിലും നമ്മൾ ലെറ്റ് ഔട്ടിന്റെ കാൽക്കുലേഷൻ പോലെ തന്നെ അതിനെ ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന് കൺസിഡർ ചെയ്ത് എല്ലാ കാൽക്കുലേഷനും അതുപോലെ ചെയ്ത് അതില് അപ്പം ആനുവൽ വാല്യൂ നില്ലല്ലോ വരുന്നത്, അപ്പൊ അവർക്ക് അതില് ടാക്സബിൾ എമൗണ്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹൗസ് ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഉണ്ടെങ്കിൽ അതിൽ 2 ഹൗസ് മാത്രം സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് വെക്കുക, ബാക്കിയെല്ലാം ലെറ്റ് ഔട്ട് ആയിട്ട് നമ്മൾ ഡീം ചെയ്യണം. ആക്ച്വലി ലെറ്റ് ഔട്ട് അല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഡീം ചെയ്തിട്ട് അതിൽ ലെറ്റ് ഔട്ടിന്റെ രീതിയിൽ തന്നെ കാൽക്കുലേഷൻസ് ചെയ്യും. ഇൻ സച്ച് കേസസ് 2 ഹൗസസ് ഹാവിംഗ് ദ ഹയസ്റ്റ് ആനുവൽ വാല്യൂ ക്യാൻ ബി ടേക്കൺ ആസ് സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പൊ ഈ കേസിൽ വരുവാണെങ്കിൽ നമുക്ക് ഹയസ്റ്റ് ആനുവൽ വാല്യൂ വരുന്ന 2 ഹൗസസ് നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കാം. ക്യാൻ ബി എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ നമുക്ക് ഇപ്പം ടാക്സ് ബെനിഫിറ്റ് കൂടുതൽ SSCക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്. ആനുവൽ വാല്യൂ കൂടുതൽ ഉള്ളതിന് എന്ത് ചെയ്യാം, നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് എടുത്തു കഴിഞ്ഞാൽ അത്രയും ആനുവൽ വാല്യൂ നില്ലായിട്ട് വരും, അപ്പൊ അത്രയും ടാക്സ് കുറഞ്ഞു കിട്ടും. അപ്പൊ ടാക്സ് കുറഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആനുവൽ വാല്യൂ നില്ലായിട്ട് കൺസിഡർ ചെയ്യാം. ഹയസ്റ്റ് വരുന്ന ആനുവൽ വാല്യൂസിന് നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് 3-4 ഹൗസസ് ഉണ്ടെങ്കിൽ ബെറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം സെപ്പറേറ്റ്ലി. ഇപ്പൊ 3 ഹൗസ് ഉണ്ടെങ്കിൽ 2 സെൽഫ് ഒക്യുപ്പൈഡ് 1 ലെറ്റ് ഔട്ട് അല്ലെ. ഇതിൽ ആദ്യത്തെ 2 സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ആദ്യം എടുത്ത് നോക്കാം, പിന്നെ 2ഉം 3ഉം സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുത്ത് നോക്കാം, 3ഉം 1ഉം സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുത്ത് നോക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ കൂടുതൽ ബെനിഫിറ്റ് നോക്കി ആ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. The valuation of house deemed to be let out is similar to that of let out houses. അപ്പം ഇതിന്റെ വാല്യുവേഷൻ പറയുന്നത് ഡീം ടു ബി ലെറ്റ് ഔട്ടിനും ഒരേ കാൽക്കുലേഷൻ ആണ്. നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ലെറ്റ് ഔട്ടിന് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ഡീം ടു ബി ലെറ്റ് ഔട്ടിനും ചെയ്യണം. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ സെൽഫ് ഒക്യുപ്പൈഡിന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ആ കണ്ടീഷൻ ഇവിടെയുള്ള സെൽഫ് ഒക്യുപ്പൈഡിന് അപ്ലൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ അനസ് ഇസ് ദ ഓണർ ഓഫ് 3 ഹൗസസ്, കൊച്ചിൻ, ഡൽഹി ആൻഡ് മുംബൈ. 3 പ്ലേസസിൽ അവർക്ക് ഹൗസ് ഉണ്ട്. ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഹൗസസ് ആർ ഗിവൺ ബിലോ. ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഹൗസ് അറ്റ് കൊച്ചിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുള്ളത്? ഫെയർ റെന്റ് വാല്യൂ 1,20,000, സ്റ്റാൻഡേർഡ് റെന്റ് 1,60,000, മുനിസിപ്പൽ വാല്യൂഷൻ 1,25,000.
ആക്ച്വൽ റെന്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ഒന്നും നമുക്ക് ലെറ്റ് ഔട്ട് അല്ല ആക്ച്വലി, പക്ഷെ നമ്മൾ ലെറ്റ് ഔട്ട് ആയിട്ട് ചിലപ്പോൾ ഡീം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ ആക്ച്വൽ റെന്റ് അല്ലെങ്കിൽ ആനുവൽ റെന്റ് ഇല്ല. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 10%. 10% ആള് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ പേ ചെയ്താൽ മാത്രമേ നമുക്ക് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യാൻ പറ്റൂ അല്ലെ? അപ്പൊ മുനിസിപ്പൽ ടാക്സ് നമുക്ക് ഇവിടെ മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ലോൺ ടേക്കൺ ഇൻ 1998 rupees 70,000. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ട് 1998 എടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ അതിന് കണ്ടീഷൻ എടുക്കണം അല്ലെ? കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1998 ആണെങ്കിൽ എത്ര എടുക്കാം? നമുക്ക് മാക്സിമം 2 lakh മൈനസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡ്യൂ ആണ്, പക്ഷെ എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്യാം. മുനിസിപ്പൽ ടാക്സിന്റെ കേസിൽ മാത്രം പെയ്ഡ് ആണെങ്കിൽ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കാം. ഹൗസ് അറ്റ് ഡൽഹി തന്നിട്ടുണ്ട്. ഫെയർ ആൻഡ് വാല്യൂ 2 lakh, സ്റ്റാൻഡേർഡ് റെന്റ് 2,60,000, മുനിസിപ്പൽ വാല്യൂഷൻ 1,25,000. നെക്സ്റ്റ് മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ആണ് 10%. മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഡ്യൂ ആണെങ്കിൽ മൈനസ് ചെയ്യാൻ പറ്റില്ല, പെയ്ഡ് ആണെങ്കിൽ മാത്രം മൈനസ് ചെയ്യാം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ലോൺ ടേക്കൺ ഇൻ 2010 1,80,000. ഇപ്പൊ ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ലോൺ ടേക്കൺ ഇൻ 2010 തന്നിട്ടുണ്ട് 1,80,000. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ലിമിറ്റ് പറഞ്ഞില്ലേ 2 lakh എന്നുള്ളത്. നമുക്ക് 98 ആയാലും 2010 ആയാലും നമുക്ക് 2 lakh മൈനസ് ചെയ്യാന്നുണ്ടെങ്കിലും എല്ലാ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന്റെയും കൂടെ ടോട്ടൽ ആണ് 2 lakh ലിമിറ്റ് കേട്ടോ. അപ്പം 2 ഹൗസ് നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ രണ്ടിനും കൂടെ നമുക്ക് 2 lakh മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഹൗസ് അറ്റ് മുംബൈ. എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ട്? ഫെയർ ആൻഡ് വാല്യൂ 4,80,000 തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് 5 lakh തന്നിട്ടുണ്ട്, മുനിസിപ്പൽ വാല്യൂഷൻ 3,50,000 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പേയബിൾ ഫോർ ദ ഇയർ ഇസ് 2,25,000. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ട് 2,25,000 ആണ് പേയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പെയ്ഡ് അല്ലെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാം, കുഴപ്പമില്ല. റീസണബിൾ റെന്റ് പെർ മന്ത് ഇസ് ₹50,000. റീസണബിൾ റെന്റ് എന്തായിരുന്നു? എക്സ്പെക്ടഡ് റെന്റ് അല്ലെങ്കിൽ റീസണബിൾ റെന്റ് എന്ന് പറയും. ഇത് നമ്മുടെ ഫസ്റ്റത്തെ 3 വാല്യൂ കമ്പയർ ചെയ്താൽ കിട്ടുന്നതാണ്. ഫസ്റ്റ് ഫെയർ ആൻഡ് വാല്യൂ, മുനിസിപ്പൽ വാല്യൂഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് റെന്റ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു എമൗണ്ട് കിട്ടില്ലേ, അതാണ് റീസണബിൾ റെന്റ്. റീസണബിൾ റെന്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് തന്നെ നമ്മൾ ഈ 3 കമ്പയർ ചെയ്ത കിട്ടിയ വാല്യൂ അല്ല, നമ്മൾ റീസണബിൾ റെന്റ് തന്നെ ഇത് തന്നെ എടുക്കാം. നെക്സ്റ്റ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 5%. മുനിസിപ്പൽ ടാക്സ് ഇവിടെ പെയ്ഡ് ആണ്, 5% തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കൊച്ചിനും ഡൽഹിയും സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് എടുത്ത് മുംബൈയെ ലെറ്റ് ഔട്ട് അയക്കുന്ന രീതിയിൽ ചെയ്യാം. 3 ഓപ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ. 3 ഓപ്ഷനും ചെയ്ത് നോക്കണം. അതിനുശേഷം ഏതാണോ നമുക്ക് ഫേവറബിൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പൊ ഒന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ ആദ്യം തന്നെ എടുക്കാം. അല്ലെങ്കിൽ 3 ഹൗസിന്റെ മാനുവൽ വാല്യൂ വരെ ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്തായാലും 3ന്റെ മാനുവൽ വാല്യൂ വരെ ചെയ്യണം അല്ലെ? 3 എണ്ണവും നമുക്ക് എപ്പോഴെങ്കിലും ആയിട്ട് ഏതെങ്കിലും ഓപ്ഷനിൽ നമുക്ക് ലെറ്റ് ഔട്ട് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് അവിടെ പോയി ചെയ്യുന്നതിലും നല്ല എല്ലാം ഒരു കോളത്തിൽ തന്നെ 3ന്റെ ആദ്യം മാനുവൽ വാല്യൂ വരെ ചെയ്തു വെക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ 3 ഓപ്ഷൻ ആയിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. 3ന്റെ ആനുവൽ വാല്യൂ വരെ ചെയ്ത് വെക്കാം. എന്നിട്ട് ഹൗസ് അറ്റ് കൊച്ചിൻ, ഹൗസ് അറ്റ് ഡൽഹി സെൽഫ് ഓക്യുപ്പൈഡ്, ഹൗസ് അറ്റ് മുംബൈ ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചിയും ഡൽഹിയും നില്ലായിട്ട് എടുക്കുക ആനുവൽ വാല്യൂ. എന്നിട്ട് മുംബൈയുടെ ആനുവൽ വാല്യൂ മാത്രം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക റഫായിട്ട്, എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഇതൊന്ന് വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ട് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്ക്. ഇപ്പൊ എല്ലാവരും ചെയ്തില്ലേ? നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. 3ന്റെ നമ്മൾ ആദ്യം ആനുവൽ വാല്യൂ വരെ ചെയ്തു വെച്ചു. അപ്പൊ കൊച്ചി, ഡൽഹി, മുംബൈ 3 ഹൗസ് ആയിട്ട് ഇതാകും ഈസി ആയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം കാൽക്കുലേഷൻസ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത്. മുനിസിപ്പൽ വാല്യൂഷൻ, ഫെയർ ആൻഡ് വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ്, റീസണബിൾ റെന്റ് തന്നതുകൊണ്ട് അതിന്റെ ഒരു കോളം കൂടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തെടുത്തു. ഗ്രോസ് ആനുവൽ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഡൽഹിയുടെ ഡ്യൂ ആയതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നില്ല. ബാക്കി 2ന്റെ മുനിസിപ്പൽ ടാക്സും മൈനസ് ചെയ്തു. എന്നിട്ട് നമുക്ക് എത്ര കിട്ടി? ആനുവൽ വാല്യൂ കൊച്ചിയുടെ 1,12,500 കിട്ടി, ഡൽഹിയുടെ 2 lakh, മുംബൈയുടെ 5,82,500 കിട്ടി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 ഓപ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കൊച്ചിൻ ആസ് ലെറ്റ് ഔട്ട്. കൊച്ചി, ഹൗസ് അറ്റ് കൊച്ചി ലെറ്റ് ഔട്ട് ആയിട്ട് വെക്കൂ. അതേപോലെ ഡൽഹി ആൻഡ് മുംബൈ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പൊ കൊച്ചിയുടെ ആനുവൽ വാല്യൂ എടുക്കുക, ഡൽഹിയുടെയും മുംബൈയുടെയും ആനുവൽ വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കണം? നില്ലായിട്ട് എടുക്കണം അല്ലെ? 2 lakhും 5,82,500 ഒക്കെ കിട്ടി. പക്ഷെ ഇവിടെ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ഡീം ചെയ്തു. അത് 2 സെൽഫ് ഓക്യുപ്പൈഡും 1 മാത്രം ലെറ്റ് ഔട്ട് ആണ്. അപ്പൊ സെൽഫ് ഓക്യുപ്പൈഡിന്റെ ആനുവൽ വാല്യൂ നില്ലായിട്ട് തന്നെ എടുക്കണം. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഏതിന്റെ മാത്രം മൈനസ് ചെയ്താൽ മതി? ലെറ്റ് ഔട്ടിന്റെ മാത്രം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യാം.
മറ്റേത് രണ്ടിനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ലെറ്റ് ഔട്ടിന്റെ നോക്കാം, അത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം, അത് ലിമിറ്റ് ഒന്നുമില്ല. പക്ഷെ ഡൽഹിയുടെയും മുംബൈയുടെയും കൂട്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കണം എത്രയുണ്ട് ടോട്ടലിന്, എന്നിട്ട് മാക്സിമം 2 lakh മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കേസിൽ നമുക്ക് മാക്സിമം 2 lakh മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടും കൂടെ. അപ്പൊ രണ്ടിന്റെയും കൂടെ അവിടെ ലോസ് വന്ന് -2 lakh. കൊച്ചിയുടെ ഹൗസ് ലെറ്റ് ഔട്ടിന്റെ 8,750 നമുക്ക് ഇൻകം കിട്ടി. അപ്പം ആക്ച്വലി നമുക്ക് നെറ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ലോസ് തന്നെ വരുന്നത്. എത്ര ലോസ് വരുന്നത്? 1,92,250. ഇതാണ് ഓപ്ഷൻ നമ്പർ 1. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി ബാക്കി 2 ഓപ്ഷൻ കൂടി ചെയ്യണം, എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം എടുക്കാൻ ലാസ്റ്റ്. ഇനി ഓപ്ഷൻ നമ്പർ 2 ചെയ്ത് നോക്കാം. ഓപ്ഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ ഡൽഹി എസ് ലെറ്റ് ഔട്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഡൽഹി ലെറ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം? അപ്പൊ കൊച്ചിയും മുംബൈയും നമ്മൾ എന്ത് ചെയ്യാം, നില്ലായിട്ട് എടുക്കാം. ഡൽഹിയുടെ മാത്രം ആനുവൽ വാല്യൂ 2 lakh ആയിട്ട് എടുക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യാം, ഡൽഹിയിൽ നിന്ന് മാത്രം മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡൽഹിയുടെ ഫുള്ള് മൈനസ് ചെയ്യാം. ഇനി കൊച്ചിയുടെ മുംബൈയുടെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും കൂടി ടോട്ടൽ നോക്കാം. കൊച്ചിയുടെ 70,000 ആണ്, മുംബൈയുടെ എത്രയുണ്ട്, 2,25,000. അപ്പൊ 2 lakh കൂടുതലുണ്ടല്ലോ, അപ്പൊ നമുക്ക് എത്രയും മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ, 2 lakh മാത്രം. അപ്പൊ അവിടെ നമുക്ക് ലോസ് വന്ന് അത് രണ്ടിനും കൂടി -2 lakh. ഇനി ഡൽഹിയുടെ നമുക്ക് ലോസ് തന്നെ വന്ന് -40,000. അപ്പൊ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര കിട്ടി, 2,40,000 ആണ്. ഈ കേസിൽ വരുവാണെങ്കിൽ നമുക്ക് ലോസ് ആയിട്ട് വരുന്നത് നെറ്റ് ലോസ് 2,40,000 വരും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ചെയ്യാം. ഇനി തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. തേർഡ് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മുംബൈ ലെറ്റ് ഔട്ട് ആയിട്ട് എടുക്കാം. അപ്പൊ കൊച്ചിയും ഡൽഹിയും സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പൊ മുംബൈയുടെ മാത്രം ആനുവൽ വാല്യൂ എടുത്തു, മുംബൈയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ മൈനസ് മുംബൈയുടെ നമുക്ക് ഫുൾ മൈനസ് ചെയ്യാം. കൊച്ചിയും ഡൽഹിയും കൂടെ നോക്കാം. കൊച്ചി 70,000, ഡൽഹി എത്രയായിരുന്നു, 1,80,000. അപ്പൊ 2 lakh കൂടുതലുണ്ടല്ലോ, നമ്മൾ എത്ര മാത്രം മൈനസ് ചെയ്യാം, 2 lakh മാത്രം മൈനസ് ചെയ്യാം. അപ്പൊ അവിടെ ലോസ് വന്ന് 2 lakh. മുംബൈയുടെ എത്ര വന്നു, നമുക്ക് ഇൻകം 1,82,750 വന്നു. അപ്പൊ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് ഇവിടെയും കിട്ടിയേക്കുന്നത്, 17,250 ആണ് നെറ്റ് ലോസ് വന്നിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്യാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഏതിലാണ് ലോസ് കൂടുതൽ വന്നത്. എല്ലാം ലോസ് തന്നെയാണ് വന്നത്. അപ്പൊ ലോസ് കൂടുതൽ വന്നാലേ SSCക്ക് ബെനിഫിറ്റ് ഉള്ളൂ അല്ലെ. ലോസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ SSCക്ക് വേറെ എവിടെയെങ്കിലും ഉള്ള ഇൻകത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്രയും ടാക്സ് കുറഞ്ഞു കിട്ടും. എത്രയും ലോസ് വരുന്നു അത്രയും നമുക്ക് ടാക്സ് കുറഞ്ഞു കിട്ടുന്ന അർത്ഥം. അപ്പൊ ലോസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതായിരുന്നു, ഓപ്ഷൻ നമ്പർ 2 ലോസ് ഏറ്റവും കൂടുതൽ വന്നത്. എത്ര നമുക്ക് ഓപ്ഷൻ നമ്പർ 2 ലോസ് വന്നത്, 2,40,000. ഓപ്ഷൻ നമ്പർ 1 എത്ര വന്നു, 1,92,250 വന്നേക്കണത്. ഓപ്ഷൻ നമ്പർ 3 17,250 ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയ ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓപ്ഷൻ നമ്പർ 2 എന്തായിരുന്നു, ഹൗസ് ഡൽഹി ഡീം ടു ബി ലെറ്റ് ഔട്ട്, ബാക്കി രണ്ടും സെൽഫ് ഓക്യുപ്പൈഡ്. അപ്പൊ ഈ ഓപ്ഷൻ ആണ് നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹൗസ് ഡീം ടു ബി ലെറ്റ് ഔട്ട് എങ്ങനെ ചെയ്യണമെന്ന്. നമുക്ക് 2 ഹൗസ് മാത്രമേ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ, ബാക്കി ഹൗസ് ലെറ്റ് ഔട്ട് പോലെ തന്നെ കൺസിഡർ ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം എല്ലാത്തിൻ്റെയും നമ്മൾ ഓപ്ഷൻസ്, എത്ര ഓപ്ഷൻസ് ഉണ്ട് എല്ലാ ഓപ്ഷൻസും ചെയ്ത് നോക്കാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻകം വരുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക. ഇപ്പൊ എല്ലാത്തിലും ഇൻകം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻകം ഏറ്റവും കുറഞ്ഞ നോക്കി സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ടാക്സ് കുറഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. അതിൽ 3 ഓപ്ഷൻസ്, ഇപ്പൊ 3 ഹൗസ് ആണെങ്കിൽ 3 ഓപ്ഷൻസ് വരും, 4 ഹൗസ് ആണെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻസ് വരും. അപ്പൊ അതിൽ ലെറ്റ് ഔട്ടിനുള്ള നമ്മൾ സാധാരണ ലെറ്റ് ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. സെൽഫ് ഒക്യുപ്പൈഡ് എന്ത് ചെയ്യുക, ആനുവൽ വാല്യൂ നില്ലിട്ടിട്ട് ഇൻട്രസ്റ്റ് മാത്രം മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലും ആ 2 ഹൗസിനും കൂടെ നമുക്ക് ലിമിറ്റ് 2 lakh അല്ലെങ്കിൽ 30,000 ലിമിറ്റ് നമ്മൾ പറഞ്ഞില്ലേ, അത് 2 ഹൗസിനും കൂടിയാണ്. ഇയർ നോക്കിയിട്ട് അത് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിപ്പോൾ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതിന്റെ അഡീഷണൽ പ്രോബ്ലംസിന്റെ ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പം എല്ലാവരും ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഹൗസ് പ്രോപ്പർട്ടിയിലെ കാൽക്കുലേഷൻസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററോട് കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷന്റെ കാൽക്കുലേഷൻസ് നോക്കാം, അതിന്റെ കണ്ടീഷൻസ് നോക്കാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.